ഞാനിവിടെ ഇവിടെ കല്യാണം കഴിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ കയറി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അത് ഇവിടുത്തെ ആൾക്കാർക്കൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. മൗനവും ചിലപ്പോൾ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. മോളുടെ ഇഷ്ടം എന്താണെന്നറിയോ? നമ്മളൊരു തൂവൽ പക്ഷിയല്ല. പക്ഷെ ചേട്ടാ നമുക്ക് രണ്ട് തൂവലിന് വ്യത്യാസമുണ്ട്. കാരണം ചേട്ടൻ ജോലിയില്ല, എനിക്ക് അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. കണ്ടില്ലേ ഞാൻ മുട്ടയ്ക്കണത് ഇവിടെ? ആ ഭാവം എനിക്കിവിടെ കിട്ടുന്നില്ല, പോയി എല്ലാം പോയി. കാരണം ഭാവമൊക്കെ അത് ചെയ്യാൻ പറ്റുന്നപ്പോ ഡയലോഗൊക്കെ മൊത്തം തെറ്റി തിരിച്ച് പറഞ്ഞു. അതാണ് ഞാൻ ആങ്കർ, ചേട്ടൻ ആക്ടറായിട്ട് ഇരിക്കണം, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ചേട്ടൻ പറഞ്ഞില്ല, അതായത് നേരത്തെ ഒരു തൂവൽ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ള സീനിന്റെ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ അതിനകത്ത് അതിന്റെ ഒരു കണ്ടന്റ് ഇതായിരുന്നു. കണ്ടന്റിന് ശേഷം ഈ പറയേണ്ട ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ബിഹേവിങ് സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഫഹദിൻ്റെതായിട്ടുള്ള. പക്ഷെ അതിന്റെ ഒരു ശ്യാം പുഷ്കറും അതിന്റെ ഡയറക്ടറും പിന്നെ പോത്തനുണ്ടായിരുന്നു, എല്ലാവരും കൂടെ കമ്പോസ് ചെയ്ത ഒരു സീനാണ്. പക്ഷെ ആ സിനിമയിൽ എനിക്ക് എന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് ഭയങ്കര നമ്മൾ ചില സമയത്ത് റോൾ ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറയുന്ന ഒച്ചയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു ചെറിയൊരു ഇത് വരും. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. അപ്പോൾ റെഡിയല്ലേ ഡയറക്ടർ ചോദിക്കല്ലേ, പോത്തൻ ഒരുമിച്ചാ റെഡിയല്ലേ ചേട്ടൻ, റെഡിയല്ലേ നമുക്ക് എടുത്താലോ? അപ്പൊ ശരിയാണ് പറഞ്ഞോ. ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത്. ഭയങ്കര ആക്ഷൻ ഒന്നുമില്ല എന്ന് ചേട്ടാ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങനെ മിക്ക സീനുകളും അതിനകത്ത് അങ്ങനെയാണ്. നമുക്ക് ആർട്ടിസ്റ്റിന് ആ ക്യാരക്ടറിന് വിട്ടു തന്ന ഒരു സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പം നമ്മൾ എഴുതി വെച്ച് പഠിച്ച് പറയുന്ന ഡയലോഗ് അല്ലാണ്ട് അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കിക്കൊണ്ട് ബിഹേവ് ചെയ്ത ഒരു സാധനമാണ് അത് കുമ്പളങ്ങി. ഇപ്പോൾ വിശേഷം എന്ന് പറഞ്ഞ സിനിമയും സൂരജ് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് മാക്സിമം ആർട്ടിസ്റ്റുകൾക്ക് അങ്ങ് വിട്ടു തന്നു. അപ്പോൾ പെർഫോം ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. ചില ഡയലോഗുകളൊക്കെ നമ്മുടെ നാക്കിനെ ഇങ്ങനെ വഴങ്ങത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്തതാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അത് എൻ്റെ ടീമിന്റെ ഒരു വിജയം തന്നെയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ്. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ മറ്റേ ബേബി മോളുടെ ചിറ്റപ്പനാണല്ലോ. നമ്മുടെ ഷബ്മിയോട് ചോദിക്കാറുണ്ട്, ബേബി മോള് നേരെ വന്ന് ചിറ്റപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ ബോബിയെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നോ? അല്ല എന്താ വെച്ചാലേ ഈ ബോബിമാര് ഒരുപാട് ലൈഫിൽ അങ്ങനത്തെ ബോബിമാരുണ്ട്. പക്ഷെ നമ്മൾ ബോബിമാരാണ് എന്നറിയുന്നത് പിന്നീടല്ലേ. അപ്പൊ ബോബി ഇന്നതാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ചിറ്റപ്പൻ മാത്രമല്ല ആരും കെട്ടിച്ചു കൊടുക്കില്ല. ഉറപ്പായിട്ടും കൊടുക്കില്ല. അങ്ങനെ ഒരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നത്? പൂജയ്ക്ക് വേണമെങ്കിൽ നമ്മൾ രണ്ട് സൈക്കോകൾ തമ്മിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. എനിക്ക് നല്ല പൊടിയിട്ട് ഞാൻ മിണ്ടാടുന്ന ഒരു ഭാഗത്തൊന്ന് കഴിക്കും, വേറെ ഒന്നും എന്റെ പ്രശ്നമില്ല. കാരണം ഇപ്പൊ തന്നെ ഞാൻ കഴിക്കണില്ലേ. പക്ഷെ ഫുഡ് കിട്ടാണ്ടാകുമ്പോഴാണ് ഞാൻ സൂപ്പർ, എനിക്ക് ഒന്നും പറയില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇടാം, അത് ഞാൻ ഇടും ഉറപ്പായിട്ടും. അപ്പോൾ ഈ ഫുഡ് ഇവിടെ തീർന്നിട്ടില്ലെങ്കിലും എന്റെ ഇന്റർവ്യൂ ഇവിടെ തീർക്കുകയാണ് ഞാൻ.